ഹലോ ഡിയേഴ്സ്, എല്ലാ ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിൽ ചീരയാണല്ലോ കേട്ടോ. നമ്മൾ ഇന്ന് ചീര വെച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായ രുചിയിൽ തയ്യാറാക്കുന്ന ഒരു കറീന്റെ വീഡിയോ ആണ് ഇന്നത്തെ സ്പെഷ്യല്. ചീര മാത്രമല്ല, കൂർക്കയും മുരിങ്ങയ്ക്കയും കുറച്ച് പരിപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ LS ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കണേ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ പച്ചക്കറി കൃഷിയൊക്കെ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കറിക്ക് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് മതി, നമ്മൾ കൂർക്കയും ചീരയും മുരിങ്ങക്കായും ഒക്കെ ഇടുന്നതാണ്. അപ്പം അതിലേക്ക് കുറച്ച് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പരിപ്പൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കൂർക്ക ചിരണ്ടി കട്ട് ചെയ്തെടുക്കാം. ഒരു 6-7 കൂർക്ക എടുത്തിട്ടുണ്ട്. അത്ര മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ കൂർക്കയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. കൂർക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല, മുഴുവനോട്ട് ഇടാം. ഇച്ചിരി വലുതായതുകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പ് ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും കൂർക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, കൂർക്കയും കൂടെ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കുറച്ച് വേകാനാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീരയും വേണം. അപ്പോൾ ഇനി നമുക്ക് മുരിങ്ങക്കായ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മുരിങ്ങക്കായ കട്ട് ചെയ്യുമ്പം ഇതേപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുറത്തെ തോല് നല്ല വൃത്തിയിൽ തന്നെ പൊളിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ചീകാണ്ട്. അപ്പം കൂർക്കയും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുരിങ്ങക്കായ ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2 പച്ചമുളകും കൂടി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായി മിക്സാക്കി കൊടുത്തു. ഇനി അതൊന്ന് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുരിങ്ങക്കായ വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി മതി. അത് നന്നായിട്ട് തന്നെ ഇളക്കി മൂടി വെച്ച് നമുക്ക് വേവിക്കാം. 2-3 മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടും. അപ്പോൾ അത് വേകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരയ്ക്കാം. അപ്പോൾ 1 മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങേൻ്റെ പകുതിയും ഒരു 4 ചെറിയ ഉള്ളിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ഒരൈറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ചീര ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചീര ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ അത് വെന്ത് കിട്ടും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ചീര ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങോട്ട് ചേർത്ത് ഒരുപാട് തിളയ്ക്കരുത്. അപ്പം കറീൻ്റെ ആ ഒരു പച്ചക്കറീൻ്റെ നല്ല ടേസ്റ്റ് പോയി പോവും. അപ്പം ഒരു നല്ലൊരു തിള വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറി ഇതാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ആ മുരിങ്ങക്കേൻ്റെയും കൂർക്കേൻ്റെയും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ, ചീരയൊക്കെ ചേർക്കുമ്പോൾ
കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊന്ന് വറുത്തിട്ട് കൊടുക്കാം. വറുത്തിടാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 2 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്തായാലും പരീക്ഷിക്കാതിരിക്കരുത്, സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആ കൂർക്കേന്റെയും മുരിങ്ങക്കേന്റെയും ഒക്കെ ഒരു പ്രത്യേക രുചി നമുക്ക് വേറെ തന്നെ തിരിയുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.